ആകാശവാണി സ്ത്രീ സുരക്ഷയ്ക്കായുള്ള നിയമങ്ങളും സംവിധാനങ്ങളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഭിഭാഷകയും അംഗീകൃത മീഡിയേറ്ററുമായ ഡോക്ടർ അനിത GS മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോൺ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം. ഡോക്ടർ അനിത GSുമായി സംസാരിച്ചത് റൂബി ബാബു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. സ്ത്രീ ശാക്തീകരണം എത്രത്തോളം പ്രധാനമാണെന്ന ഓർമ്മപ്പെടുത്തലുമായി എല്ലാ വർഷത്തെയും പോലെ മാർച്ച് 8 ശനിയാഴ്ച നാം അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുകയാണ്. സ്ത്രീ സുരക്ഷയ്ക്കായിട്ടുള്ള നിയമങ്ങളും സംവിധാനങ്ങളും അതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മോടൊപ്പം വഞ്ചിയൂർ ജില്ലാ കോടതിയിലെ അക്രഡിറ്റഡ് മീഡിയേറ്ററും അഭിഭാഷകയുമായ ഡോക്ടർ അനിത GS ഒപ്പമുണ്ട്. മാഡത്തെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെയധികം നന്ദി മാം. സ്ത്രീയെ ദൈവമായി ആരാധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ അതേ സമൂഹത്തിൽ തന്നെ സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുകയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അപ്പോൾ ഒരു ദൈവിക പരിവേഷം എന്നതിനപ്പുറം മാനുഷിക പരിവേഷമല്ലേ ശരിക്കും നമുക്ക് വേണ്ടത്? മാം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്ത് തോന്നുന്നു മാമിന്? തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് മാനുഷികമായ പരിഗണന കിട്ടിയില്ലെങ്കിൽ അവളെ ഒരു മുറിയിൽ പ്രതിഷ്ഠിച്ച് 3 നേരവും ആഹാരവും കൊടുത്ത് വസ്ത്രവും കൊടുത്താൽ മതിയാകുമോ? അവൾക്ക് അവളുടേതായ ഒരുപാട് ലീഗൽ റൈറ്റ്സ് ഉണ്ട്, സോഷ്യൽ റൈറ്റ്സ് ഉണ്ട്, അവളുടെ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയെ ഒരു ദൈവമായിട്ടൊന്നും കാണണ്ട. പക്ഷേ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നുവോ അവിടെ ഈശ്വരൻ്റെ വിളയാട്ടമുണ്ടാകും, അല്ലെങ്കിൽ ഈശ്വരൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അതായത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെ ഉപദ്രവിക്കരുത്, സ്ത്രീകളെ മാന്യമായി സ്ത്രീകളോട് പെരുമാറണമെന്നും മാന്യമായി സ്ത്രീകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത് നൽകണമെന്നും ഒക്കെ തന്നെയാണ്. അല്ലാതെ ഒരു മുറിയിൽ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല. അതാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും നിയമപരമായിട്ട് സ്ത്രീകൾക്ക് കിട്ടേണ്ടുന്ന റൈറ്റ്സ്, അവരുടെ ഡ്യൂട്ടീസ്, സ്ത്രീകൾക്ക് എതിരെയുള്ള ഡ്യൂട്ടീസ്, സ്ത്രീകളുടെ ഡ്യൂട്ടീസ്, ഇതെല്ലാം നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ലാതെ പോകുമ്പോഴാണ് ഒരു നല്ല ഒരു സൊസൈറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം, നമ്മുടെ സർക്കാർ എന്തൊക്കെ നിയമങ്ങളാണെന്നൊന്ന് ചുരുക്കി പറയാമോ സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നാട്ടിൽ എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊന്നും സ്ത്രീക്കെതിരല്ല എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ട് ഈ അവസാനമായി പാസ്സാക്കിയ നമ്മൾ ആ ചേഞ്ചസ് വരുത്തിയ BNS ഒക്കെ ഉൾപ്പെടെ എല്ലാ നിയമങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമമാണ്. സ്ത്രീകൾക്കെതിരായി ഒരു നിയമവും പാസ്സാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. പിന്നെ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള വ്യത്യാസമില്ല. ഒരു മർഡർ ചെയ്ത് അല്ലെങ്കിൽ ഒരു കൊലക്കുറ്റത്തിലെ പ്രതിയായി അങ്ങനെയാണെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്. പക്ഷെ അപ്പോഴും സ്ത്രീകൾക്ക് ലഭിക്കേണ്ടുന്ന പരിഗണനകളിൽ സ്ത്രീകൾക്ക് കുറേ ഇളവുകൾ സംഭവിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നാട്ടിലെ നിയമങ്ങളൊക്കെ തന്നെ സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ തന്നെയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ പൗരന്മാരും ഒരുപോലെയാണ്, എല്ലാ നിയമവും ഒരുപോലെ ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞിട്ട് തന്നെ തൊട്ടടുത്ത് പറഞ്ഞു, എന്നാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേകമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല എന്ന്. അപ്പോൾ അവിടെ സ്ത്രീകൾക്ക് പ്രത്യേകമായ പരിഗണന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന തന്നെ നൽകുന്നുണ്ട്. അതനുസരിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമായ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് പോക്സോ, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. അത് കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമമാണ്. ഗാർഹിക പീഡന നിരോധന നിയമം, ആ നിയമവും ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം. ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, വർക്ക് പ്ലേസിലുണ്ടാകുന്ന ഹരാസ്മെന്റിനെ സംബന്ധിക്കുന്ന നിയമം, അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകാം, ഇത്രയൊക്കെ നിയമങ്ങൾ ഉണ്ടായിട്ടും, ഈ രാജ്യത്തെ നിയമങ്ങളെല്ലാം സ്ത്രീകൾക്ക് അനുകൂലമായിട്ടും എന്തുകൊണ്ടാണ് ഒരു കവിതയുണ്ട്, എന്തുകൊണ്ട്. അതുപോലെ ഓരോ ദിവസവും പത്രവും മാധ്യമങ്ങളും ഒക്കെ എടുത്താൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ ന്യൂസ് മാത്രമല്ലേ കാണുന്നുള്ളൂ എന്ന്. നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ അഭാവം കൊണ്ടല്ല സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതും സ്ത്രീകൾക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നു. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലുണ്ടാകുന്ന പ്രശ്നമാണ്. അതായത് അത് നടപ്പാക്കുന്ന ഏജൻസീസ്,
പോലീസായിരിക്കാം, സർക്കാരായിരിക്കാം, കോടതിയായിരിക്കാം, അവരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രശ്നം ആണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ആണോ ഇനി സ്ത്രീകൾക്കുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അത് ഓരോ കേസിലും ഇറ്റ് വിൽ ഡിഫർ ഫ്രം കേസ് ടു കേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ കേസിലുള്ളതല്ല മറ്റേ കേസിൽ. ചിലപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ന്യൂസ്, ഒരു സ്ത്രീ 2 കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നാണ്. പല പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, പല പ്രാവശ്യം ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ കുട്ടികളുടെ വീട്ടിൽ നിന്ന് കുട്ടികളുടെ ഉച്ചത്തിലുള്ള നിലവിളി കേൾക്കാൻ പറ്റി എന്നൊക്കെ പറയും. ഇത്രയൊക്കെ ആയിട്ടും പോലീസിൽ പരാതി കൊടുത്തിട്ടും ആ കുട്ടിക്കൊരു രക്ഷ ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായില്ലേ എന്ന് നമുക്ക് സംശയം തോന്നും. ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ഗാർഹികമായി പീഡിപ്പിക്കുന്നുവെങ്കിൽ അതിന് ഒരുപാട് ഏജൻസികളെ നമുക്ക് സമീപിക്കാം. പ്രൊട്ടക്ഷൻ ഓഫീസറുണ്ട്, തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ ഭൂമിക കൗൺസിലിംഗ് സെൻറ്റർ, അങ്ങനെ ഒരുപാട്, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി. പൈസയില്ല, എനിക്ക് കേസ് നടത്താൻ പൈസയില്ല, അങ്ങനെ ആകുമ്പം സൗജന്യമായി നിയമസഹായം ലഭിക്കുന്ന ഏജൻസിയാണ്, അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഭാഗമാണ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി. അവിടെയൊക്കെ സമീപിക്കാം. ഈ നിയമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞത, സ്ത്രീകൾക്കുള്ള അജ്ഞതയാണ്, പുരുഷന്മാർക്ക് അജ്ഞത ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സ്ത്രീകൾക്കുള്ള അജ്ഞതയാണ് ഇവർ സമയത്തിന് അവർ ആ ഏജൻസിയെ സമീപിക്കാതിരുന്നത്. അവർ കറക്റ്റായിട്ട് ആ ഏജൻസിയെ സമീപിക്കുകയും ഏജൻസി കറക്റ്റായിട്ട് അവർക്ക് ഗൈഡൻസ് നൽകുകയോ കൗൺസിലിംഗ് നൽകുകയോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ, ഫിനാൻഷ്യൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ലീഗൽ സപ്പോർട്ടോ സോഷ്യൽ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ സ്ത്രീയും 2 കുട്ടികളും ആത്മഹത്യ ചെയ്യേണ്ടുന്ന അവസ്ഥയുണ്ടാവില്ല. ഇപ്പം ഈ അവസാനത്തെ ഒരു ഇഷ്യൂ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നിരന്തരം എത്രയോ സ്ത്രീകൾ അവരുടെ ഗാർഹിക പീഡനം കൊണ്ടും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ടും ഒക്കെ ഇനി എന്ത് ചെയ്യാൻ, ആത്മഹത്യ ചെയ്യേ നിവർത്തിയുള്ളൂ എന്ന് മനസ്സിലാക്കി കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകൾ ധാരാളമാണ്. അതൊന്നും നമ്മുടെ നാട്ടിൽ നിയമം ഇല്ലാത്തത് കൊണ്ടല്ല. നിയമം അതാത് സമയങ്ങളിൽ ആ നിയമത്തിനെക്കുറിച്ചുള്ള അവരുടെ അറിവില്ലായ്മയും, ആ അറിവില്ലായ്മ ഇല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്താൽ അത് അധികാരികൾ കറക്റ്റായിട്ടുള്ള ടൈമിൽ അവർ ഇൻ്റർഫിയർ ചെയ്ത് അതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കാത്തത് കൊണ്ടുമൊക്കെയാണ് ഇതിനകത്ത് ഇത്തരം സ്ത്രീകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം മാം പറഞ്ഞു അജ്ഞതയാണ്, പക്ഷേ നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സാക്ഷരരാണ്, നമുക്ക് വിദ്യാഭ്യാസത്തിലാണെങ്കിലും നമ്മൾ മുന്നിലാണ്. അപ്പോൾ എന്നിട്ട് പോലും ഈ അജ്ഞത വരുന്നത് ഈ ചെറുപ്രായത്തിൽ മുതൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു അവബോധത്തിൻ്റെ കുറവല്ലേ? എന്താണ് ഈ സിലബസിൽ ഒക്കെ ഇതിൽ 100% ലിറ്ററസി ഇതുമായിട്ട് നമുക്ക് ഒരിക്കലും കൂട്ടിക്കൊഴിക്കാൻ പറ്റില്ല. അതായത് 100% ലിറ്ററസി എന്ന് പറയുന്ന എഴുത്തും വായനയും അറിയാം എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. നിയമപരമായ അറിവ് ഇതിനകത്ത് ഒരിക്കലും ഉൾപ്പെടുന്നില്ല. നിയമപരമായ അറിവ് ഉണ്ടാവണമെങ്കിൽ ഇത്തരം ലീഗൽ അവയർനെസ് ക്ലാസ്സിൽ പങ്കെടുക്കണം, പത്രം വായിക്കണം, മാധ്യമങ്ങൾ കാണണം. അപ്പോൾ ഇതിനൊന്നും സ്ത്രീകൾക്ക് സമയമില്ല. ഡ്യുവൽ പേഴ്സണാലിറ്റീസിലാണ് എല്ലാവരും നടക്കുന്നത്. അത് ഞാൻ സൈക്കോളജിക്കൽ ഇഷ്യൂലല്ല പറയുന്നത്. ഒരു സ്ഥലത്ത് ഭാര്യ, ഒരു കുടുംബിനി, മറു സൈഡിൽ അവൾക്ക് ജോലി ചെയ്ത് മാത്രമേ അന്നം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ 2 രീതിയിൽ ഒരേ സമയം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മാധ്യമം നോക്കാനോ പത്രം വായിക്കാനോ ഉള്ള സമയമില്ല. അതുകൊണ്ട് അവർക്ക് ലീഗൽ ലിറ്ററസി ഇല്ല. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ നമസ്കാരം. നമസ്കാരം, ഇതാരാണ്? ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ലേ. ശരി, മാഡത്തിനോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ, എവിടുന്നാ വിളിക്കുന്നത്? സ്ഥലം പറഞ്ഞോളൂ. സ്ഥലം ഇവിടെ നാലാഞ്ചിറയിൽ. പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്? എല്ലാവരും സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നുണ്ട് മേഡം. അപ്പൊ സ്ത്രീക്ക് മാത്രം സുരക്ഷ മതിയോ? എത്രയോ ഇടങ്ങളിൽ എനിക്ക് അറിയാവുന്ന ഇടം തന്നെയുണ്ട് പുരുഷനൊരു സുരക്ഷ ഇല്ലാത്ത ഇടം ഉണ്ടല്ലോ മേഡം. അതെന്താണ്? ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ഇന്ന് നമുക്കൊരു പേരിടാം. എന്ത് പേരിട്ട് വിളിക്കാം? എക്സ് എന്ന് പറയുന്ന നമ്മുടെ ശ്രോതാവ് ചോദിക്കുന്ന ചോദ്യം വളരെ ആപ്റ്റായിട്ടുള്ള ചോദ്യമാണ്. ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത് അന്താരാഷ്ട്ര വനിതാ ദിനത്തിനെ സംബന്ധിച്ച് സംസാരിക്കുകയാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനാണ്. അതുകൊണ്ടാണ് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സ്ത്രീക്കും പുരുഷനും എല്ലാം ഇത് കേട്ടെങ്കിൽ മനസ്സിലാകും. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഭരണഘടനയിൽ സ്ത്രീക്കും പുരുഷനും തുല്യമായ അവകാശങ്ങൾ തന്നെയാണുള്ളത്. പിന്നെ
സ്ത്രീകൾക്ക് കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ വേണമെന്ന് മനസ്സിലാക്കിയിട്ടാണ്, കുറച്ചുകൂടി നിയമങ്ങൾ അവൾക്ക് വേണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഭരണഘടന പ്രകാരം സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നതും പ്രത്യേകമായ സുരക്ഷ ഉണ്ടാക്കിയിരിക്കുന്നതും. അപ്പം പ്രിയപ്പെട്ട ശ്രോതാവിന് ആ സുരക്ഷ അല്ലെങ്കിൽ ആ നിയമത്തിൻ്റെ പരിരക്ഷ വേണ്ടെങ്കിൽ എനിക്ക് പുരുഷനോടൊപ്പം തന്നെ മതി എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചാൽ പ്രശ്നമില്ല. പക്ഷേ സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നമ്മൾ പുരുഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. അതെല്ലാവരും മനസ്സിലാക്കണം. പല പുരുഷന്മാരും ചോദിക്കാറുണ്ട്, സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളോ നിയമം, എല്ലാം സ്ത്രീകൾക്ക് മാത്രമാണ്. അല്ല, ഈ നാട്ടിൽ സ്ത്രീക്കും പുരുഷനും കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത് ഒരേ റൈറ്റാണ്. പക്ഷേ കുറച്ച് വീക്കർ സെക്ഷൻ ആയതുകൊണ്ടാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേകം ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതും. ഇപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയ സ്ത്രീകൾക്ക് പ്രത്യേകമായ സീറ്റുണ്ട്, ട്രെയിനിൽ പ്രത്യേകമായ ബോഗിയുണ്ട്, ഇല്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇപ്പം പലർക്കും സ്ത്രീകൾക്ക് പ്രത്യേകമായ ക്യൂ അനുവദിച്ചിട്ടുണ്ട്, പല സ്ഥലത്ത് സ്ത്രീകൾക്ക് പ്രത്യേകമായ സീറ്റ് അനുവദിച്ചിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ ഇതൊക്കെ തന്നെ സ്ത്രീകളെ എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സ്ത്രീകൾ ഇപ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരു പുരുഷനാണ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ എനിക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യില്ല. ആ പുരുഷൻ എന്നെ ചിലപ്പം ഉപദ്രവിക്കുമോ, എൻ്റെ ശരീരത്തിലേക്ക് ചായുമോ, എൻ്റെ ശരീരത്തിൽ പിടിക്കുമോ. അപ്പോൾ ഒന്ന് ചാഞ്ഞിരുന്ന് ജോലി കഴിഞ്ഞ് വരുന്ന എനിക്ക് ഒന്ന് ചാഞ്ഞിരുന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല. പക്ഷേ ഒരു സ്ത്രീകൾ മാത്രമുള്ള കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ എനിക്ക് സുരക്ഷിതമായിട്ടിരുന്ന് ഉറങ്ങാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ എല്ലാ പുരുഷന്മാരും പീഡിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരും സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കാൻ വന്നിരിക്കുന്നവരാണെന്നോ ഇത് സർക്കാരിനോ ഞങ്ങൾക്കോ നിയമപാലകർക്കോ ഇല്ല. അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പം ഈ വിളിക്കുന്ന ശ്രോതാവിന് ഒരു പുരുഷനിൽ നിന്നും ഒരു പീഡനവും ഏറ്റിട്ടില്ലാത്തത് കൊണ്ടും അത്തരം സുരക്ഷ എനിക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഒരു പുരുഷന് വേണ്ടി താങ്കൾ സംസാരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഒരുപാട് പേര് ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ഒരു സ്ത്രീ 2 പെൺകുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തില്ലേ? അപ്പോൾ ആ സ്ത്രീക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും ഒരാൾ ആ സ്ത്രീയെ സംരക്ഷിച്ചിരുന്നെങ്കിൽ ആ സ്ത്രീയും കുഞ്ഞുങ്ങളും ജീവനോടെ ഉണ്ടായിരുന്നേനെ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ മാഡം. ഇപ്പൊ ഈ രാവിലെയാണ് ഞാൻ ഈ വാർത്ത കണ്ടത്. അപ്പൊ ഞാൻ ഇത്രയും നല്ല ഒരു വ്യക്തി, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, 2 കുഞ്ഞു മക്കള്, പുരുഷനല്ലേ അവര് പോട്ടെ, ആ കുട്ടിക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ആ മക്കളെ വളർത്തിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ആ സ്ത്രീക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികം സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടായപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ആ സ്ത്രീയെ ചേർത്ത് പിടിക്കാൻ, ഇപ്പം ശ്രോതാവ് പറഞ്ഞ പോലെ തന്നെ ഒന്ന് ചേർത്ത് പിടിച്ച്, നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലേ, സൗന്ദര്യമില്ലേ, വിവരമില്ലേ, നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് പോയി വളർത്താനുള്ള കഴിവുണ്ട് എന്ന് ഒന്ന് തട്ടി ആശ്വസിപ്പിച്ച് പറയാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ത്രീ ഇത് ചെയ്യില്ലായിരുന്നു. അത്തരം സുരക്ഷകളാണ്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു സ്ത്രീക്ക് ഇതുപോലെ പ്രശ്നം വന്നാൽ താങ്കൾക്ക് ധൈര്യമായി പോയി പറയാം, നിങ്ങൾ ആ പുരുഷനെ ഉപേക്ഷിച്ച് വരൂ, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം എന്ന് പറയാൻ ഒരു കൂട്ടുകാരിയോ ഒരു അധികാരിയോ ആരെങ്കിലും ഒരാളുണ്ടായിരുന്നുവെങ്കിൽ ആ സ്ത്രീയും കുഞ്ഞുങ്ങളും ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നേനെ. കേട്ടോ? നമ്മുടെ ഈ പരിപാടി കൂടുതൽ കേട്ട് കഴിയുമ്പോൾ ഒരു പക്ഷേ ആ ശ്രോതാവിനുള്ള സംശയം മാറുമായിരിക്കും, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷ വേണം എന്നുള്ളത്. ഇപ്പൊ തന്നെ മാഡം പറഞ്ഞു യാത്രയിൽ സ്ത്രീകൾ അൺകംഫർട്ടബിൾ ആകും. കഴിഞ്ഞ ദിവസം ഞാനും ഒരു വീഡിയോ കണ്ടു. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അടുത്ത് നിന്ന ഒരു പുരുഷൻ അവരറിയാതെ വീഡിയോ എടുക്കുകയാണ്. അപ്പൊ ഈ സൈബർ അറ്റാക്കിങ് കൂടുന്നു, ഇതുപോലെ യാത്രയിലുള്ള ഇൻസെക്യൂരിറ്റീസ് അവർക്ക് ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് മാം അതിനേക്കുള്ള? അത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സ്ത്രീയോ എന്തെങ്കിലും ഒരു വീഡിയോയോ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ്റെയോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്ക് വളരെ മോശമായ കമൻസ് ഇടും. ഇതൊക്കെ തന്നെ സൈബർ അറ്റാക്കാണ്. ഇതിനെതിരെ കേസ് കൊടുക്കാൻ പറ്റും, നിയമമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ മെസ്സേജിന് താഴെ ഒരാൾ മോശമായി കമൻ്റ് ഇട്ടാൽ ഞാൻ എമർജൻസി ആയിട്ട് സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് ഞാൻ പോകണം. പക്ഷേ ആ സമയം വരെ ഞാൻ കംഫർട്ടബിളാണ്. ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ നിരന്തരം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുക, എത്രയും വേഗം ആ പോലീസ് കംപ്ലൈൻറ്റ് പിൻവലിക്കാനുള്ള ഒരു ടെൻഡൻസി എനിക്കുണ്ടാകും. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. മനസ്സിലായോ? അപ്പം അപ്പം ഞാൻ പലപ്പോഴും വിചാരിക്കും, ഇത്രയും മോശമായ കമൻറ്റ് ഇട്ടിട്ട് ഇവർക്കെതിരെ ഒന്നും കേസെടുക്കുന്നില്ല. ഇതൊരു സോഷ്യൽ മീഡിയയാണ്, എല്ലാവരും വായിക്കുന്ന ഒരു കമൻ്റാണ്. ആരെങ്കിലും ഒരാൾ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. ഇനി അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത സ്ത്രീകൾക്ക് അതിന് അനുകൂലമായിട്ട് വിധി വരുമ്പോൾ ഒരു 7 വർഷം കഴിയും. അപ്പോൾ ഇത് ഒരു 1000 അല്ല, ലക്ഷമല്ല, കോടിക്കണക്കിന് ആൾക്കാർ വായിച്ചു കഴിഞ്ഞു. അറ്റ് ദ ഏർലിയസ്റ്റ് അങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ ആ മെസ്സേജ് ഇട്ട ആളിനെ വേറൊരു രാജ്യത്താണെങ്കിൽ അയാൾ
അപ്പം തന്നെ അറസ്റ്റ് ചെയ്യപ്പെടും, അപ്പം തന്നെ അയാൾ ശിക്ഷിക്കപ്പെടും. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അതിലുണ്ടാകുന്ന എന്താ പറയുക കാലതാമസം ഒരു പ്രധാന ഇഷ്യൂ ആണ്. നമുക്ക് ആ കോൾ എടുത്തിട്ട് ബാക്കി പറയാം. ഒരു കോളുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഞാൻ കാട്ടാക്കടയിൽ നിന്ന് ഉഷയാണ് സംസാരിക്കുന്നത് കേട്ടോ. മാഡത്തിനോട് സംസാരിച്ചോളൂ. ഉഷ മാഡം പറഞ്ഞോളൂ, എന്താണ് ഉഷ മാഡത്തിന് അറിയേണ്ടത്? മാഡം, ഞാന് ഒരു 30 വർഷമായിട്ട് തമിഴ്നാട്ടിൽ ഒരാളിനാണ് എന്നെ കല്യാണം സ്നേഹിച്ച് പോയതാണ്. 2 മക്കളായപ്പോ എന്നെ ഉപേക്ഷിച്ചു. രണ്ട് മോനായിരുന്നു. അപ്പൊ എനിക്ക് വിദ്യാഭ്യാസം സ്കൂളിൽ ജോലിയൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് പുള്ളി പോയത്. പിന്നെ 1ാം ക്ലാസ്സിൽ നേഴ്സായിരുന്നു. അപ്പൊ ഞാൻ ഇവരെ ഈ മാർക്കറ്റ് കമ്പനിയുടെ അതൊക്കെ മനസ്സിലെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നല്ല രീതിയിലായപ്പോ അച്ഛന്റെ ജാതിയാണ് ഇവര് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഇരിക്കുന്നത്. ആദ്യം അവിടെ ഹിന്ദു എസ് ആണ്, ഞാൻ ഈഴവയാണ്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് ഒരു കാരണവശാലും തരത്തില്ല. SSLC സർട്ടിഫിക്കറ്റിലെല്ലാം ഉണ്ട്. അങ്ങനെ ഇനി കേറാൻ ഞാൻ ഒരു പടിവാതിൽ പോലില്ല. പത്രത്തിലായിരുന്നു എല്ലാം വന്നിട്ട് പോലും ഒന്നും നടന്നില്ല. പിന്നെ എന്റെ മക്കളെ ഞാൻ ഓരോരോ പള്ളികളിൽ വളർത്തി പഠിപ്പിച്ച് ഒരുത്തരം ജോലിയായി. അപ്പൊ ഇങ്ങനെ സ്ത്രീകൾ, അപ്പൊ ഞാൻ സമൂഹത്തിൽ സിറ്റിയിലൊക്കെ പോയി ഈ ലേലത്തെ വലിച്ചിട്ട് മാർക്കറ്റ് കമ്പനി വർക്ക് ചെയ്യുമ്പോൾ എന്റെ നാട്ടുപ്രദേശത്തിലുള്ളവരെന്നെ വേറെ രീതിയിൽ ചിത്രീകരിക്കും. പക്ഷെ ഞാൻ ആ ധൈര്യം കൈവടിഞ്ഞില്ല, മുന്നോട്ട് തന്നെ നടന്നു. ഞാൻ രണ്ട് മക്കളെ പഠിപ്പിച്ച് നല്ല രീതിയിലായി. പക്ഷെ എനിക്ക് സ്വന്തമായിട്ടൊരു വലിയ മൊബൈൽ ഫോൺ പോലില്ല. ഞാൻ ഈ ഒപ്പം കേൾക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ എനിക്ക് അവര് പറയുന്ന എല്ലാ പ്രോഗ്രാമിന് അത് ചെയ്യുന്ന പറയുമ്പോൾ എനിക്ക് ചെയ്യാനുള്ള ഫോണില്ല. അപ്പൊ എനിക്കൊരു ചെറിയ ഫോണേ ഉള്ളൂ. എന്നാലും എന്റെ മക്കൾക്ക് നല്ലൊരു സ്റ്റാർട്ടിങ് എത്തണം, അവർ നല്ല രീതിയിലാക്കണം. ഇന്ന് വരെ ഒരു മുട്ടായി ആ കുട്ടികൾക്ക് എന്റെ ഇതിന്റെ അച്ഛനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. മാഡത്തിന്റെ പ്രശ്നം പറയൂ മാഡം. മാഡം, ഞാൻ ഇതിന്റെ ഒക്കെ ആയിട്ട് ഇവന് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലല്ലോ എന്ന് എനിക്ക് ഇന്നും ഒരു ഇനിയിപ്പോ ആ സർട്ടിഫിക്കറ്റിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഉഷ മാഡം. ഉഷ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭർത്താവ് ഉപേക്ഷിച്ചെങ്കിലും കുട്ടികളെ നല്ല രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടില്ലേ, 2 കുട്ടികളെയും കൊണ്ട് അമ്മ ആത്മഹത്യ ചെയ്തു എന്ന്. അങ്ങനെ ചെയ്യാതെ കുട്ടികളെ വളർത്തി ഇത്തരത്തില് സ്ത്രീകൾ മുമ്പിലേക്ക് വരുന്നത് മറ്റു സ്ത്രീകൾക്ക് ഒരു പാഠമാണ് കേട്ടോ. അപ്പൊ അത് അങ്ങനെ ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് ഉഷ മാഡത്തിന് ഞങ്ങൾക്കെല്ലാം വളരെയധികം സന്തോഷമുണ്ട്. ഒരു സ്ത്രീയെങ്കിലും അത്തരം കാര്യങ്ങളിലേക്ക്, ആത്മഹത്യയിലേക്കൊന്നും പോകാതെ പിടിച്ചു നിന്നു, ഇപ്പോഴും ജീവിക്കുന്നു, മക്കളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുന്നു. വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരാള് നമ്മളെ വിളിച്ചതില്. നന്നായിട്ട് ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്യുക, ജോലി ചെയ്യുന്നതിന്റെ ഒരു വിഹിതം ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുക. അത് നമ്മുടെ ഭാവിയിലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമുക്ക് സുഖമില്ലാതായ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ നമുക്ക് ജീവിക്കാനുള്ള പണം ഇനിയും മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം ആ പണം ചെലവാക്കാതെ അതിലൊരു ഭാഗം ജോലി ചെയ്യും. നമുക്ക് എന്നും ഈ ആരോഗ്യത്തോടെ ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പണത്തിന്റെ, നമ്മുടെ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ജീവിക്കാനുള്ള വസ്തുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കാലം വരെ നമ്മുടെ കൈവശം തന്നെ ഇരിക്കുക. വിൽപത്രം എഴുതി രജിസ്റ്റർ ചെയ്യുക കേട്ടോ. അത് ഈ 4.5 സെന്റ് ഉള്ളു. ഞാൻ ഈ റേഡിയോ പ്രോഗ്രാം കേട്ട് ഈ 4.5 സെന്റ് വസ്തു ഉഷ മാഡം, 4.5 സെന്റ് വസ്തുവും ഉഷ മാഡത്തിന്റെ പേരിൽ തന്നെ മരണം വരെ ഇരിക്കണം. അതൊരു കാരണവശാലും മക്കളുടെ പേരിലേക്ക് എഴുതി കൊടുക്കരുത്. അത് കാലശേഷം മക്കളുടെ പേരിൽ വിൽപത്രം എഴുതി രജിസ്റ്റർ ചെയ്യാനേ പാടുള്ളൂ. ഉഷ മാഡത്തിന്റെ കയ്യിൽ വസ്തുവകകൾ ഇരിക്കുന്നവരെ അവരൊക്കെ നോക്കുകയുള്ളൂ. നമ്മൾ ഇതുപോലെ ഒരുപാട് അമ്മമാരെ നമ്മൾ കാണുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അമ്മമാരുടെ വസ്തുക്കൾ അവരവരുടെ കയ്യിൽ തന്നെ ഇരിക്കണം. അത് മക്കൾക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് അമ്മമാരോട് അച്ഛന്മാരോട് സ്നേഹം കൂടുമെന്ന് പറയുന്നത് തെറ്റാണ്. ഈ വസ്തുക്കളെല്ലാം നമ്മുടെ പുതിയ തലമുറ എല്ലാം അങ്ങനെ തന്നെയാണ്. വസ്തുവകകളെല്ലാം മക്കളുടെ പേരിലേക്ക് എഴുതി കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് പിന്നെ ഈ മാതാപിതാക്കൾ ഒരു ബർഡനായി തീരും. അങ്ങനെ അവരെ ഉപേക്ഷിക്കുന്ന ഒരുപാട് കേസുകൾ വന്നപ്പോഴാണ് മെയിൻ്റനൻസ് ഓഫ് ഏജ്ഡ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് എന്ന് പറയുന്ന നിയമം വന്നത്. അതിൻ്റെ അധികാരി എന്ന് പറയുന്നത് കേസ് കൊടുക്കേണ്ടത് RDOയുടെ മുമ്പെയാണ്. ഒരുപാട് കേസുകൾ അത്തരത്തിൽ ഇപ്പോഴും നിലവിലുണ്ട്. ഇപ്പൊ ശ്രോതാവിന് അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ച ഗാർഹിക പീഡനം, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സ്ത്രീധനം എന്ന് പറയുന്നത്. 1961 സ്ത്രീധന നിരോധന നിയമം വന്നെങ്കിലും ഇപ്പോഴും നമുക്ക് കേരളത്തിൽ തന്നെ കുറേ പേരുടെ പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവൻ പൊലിഞ്ഞ പെൺകുട്ടികൾ. അപ്പോൾ ഈ സ്ത്രീധന നിരോധന നിയമം എത്രത്തോളം പ്രാവർത്തികമാണ് മാം?
ഒട്ടും പ്രാവർത്തികമല്ല എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോഴും ഈ 61 പാസ്സാക്കിയ നിയമം പാസ്സാക്കിയിട്ട് ഇന്നും അത് ഒട്ടും തന്നെ എഫക്റ്റീവ് അല്ല എന്നുള്ളതല്ലേ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ കണ്ടത്, ഞാൻ ഇന്ന് രാവിലെ പോലും ഒരു വിവാഹ ഉടമ്പടി, അതായത് ഒരു എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് ഒരു സമുദായ സംഘടനയുടെ മുമ്പിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടി കണ്ടു. ആ ഉടമ്പടി പ്രകാരം അതിനകത്ത് എഴുതിയിരിക്കുന്ന വിവാഹ സമയത്ത് 10 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയുടെ കാറ്, അത് കഴിഞ്ഞ് അച്ഛൻ റിട്ടയർ ആവുന്ന സമയത്ത് ഇത്ര ലക്ഷം രൂപയും ഇത്ര ലക്ഷം ഇതിൻ്റെ പ്രോപ്പർട്ടി എഴുതി കൊടുക്കാവുന്ന ഒരു സാമൂഹ്യ സംഘടന, അതായത് അവരുടെ, നമ്മുടെ നാട്ടിലൊക്കെ ജാതി സംഘടനകളുണ്ടല്ലോ, അതുപോലുള്ളൊരു ജാതി സംഘടനയിൽ അവരുടെ രജിസ്റ്ററിൽ എഴുതി വധുവും വരൻ്റെയും വീട്ടുകാർ ഒപ്പിട്ടിരിക്കുന്ന ഒരു പേപ്പറാണ് അവർ വലിയ കാര്യമായിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുതന്നത്. അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ല, 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പേപ്പറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ നിയമമൊക്കെ ഉണ്ടെങ്കിലും പെൺകുട്ടിയുടെ വീട്ടുകാരും പയ്യൻ്റെ വീട്ടുകാരും ഒക്കെ തന്നെ ഈ സ്ത്രീധനം അറിഞ്ഞോ അറിയാതെയോ അവർ അതിന് അകത്ത് ഇൻവോൾവ് ആണ്. പല മാട്രിമോണിയൽ സൈറ്റ് എടുത്തു നോക്കിയാലും ഇത്ര ലക്ഷം രൂപയുടെ ആസ്തിയുള്ള പെൺകുട്ടിക്ക് വരനെ അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറാണ്, വക്കീലാണ്, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥയാണ്, അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്ന ഒരു സ്ത്രീയാണെന്നല്ല എഴുതുന്നത്. ഇത്ര ലക്ഷം രൂപയുടെ ആസ്തിയുള്ള പെൺകുട്ടിക്ക് വരനെ അന്വേഷിക്കുന്നു എന്നാണ് എഴുതുന്നത്. അപ്പം എനിക്ക് 50 ലക്ഷം രൂപയുടെ ആസ്തിയുള്ള ഒരു പെൺകുട്ടിയാണ് എൻ്റെ മകന് വധുവായിട്ട് വേണ്ടതെങ്കിൽ ഞാൻ അതുമായിട്ട് മാച്ച് ചെയ്തു പോവാണ്. നമുക്കത് സംസാരിക്കാം മാം. കൂടുതൽ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ്. ഒരു ശ്രോതാവ് ഒപ്പം ചേരുന്നു. ഹലോ മാഡം, നമസ്കാരം. മോക്ക് വേണ്ടി പേര് പറഞ്ഞോളൂ. പേര് പറയൂ. പേര് ശൈലജ, പേയാട്. സംസാരിച്ചോളൂ മാഡത്തിനോട്. മാഡം, എന്റെ മോൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടു. അതിനുശേഷം അടിയും ബഹളവും ഒക്കെ വന്നതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോന്നു. മോക്ക് ഒരു കുഞ്ഞുണ്ട്, 5 വയസ്സ് പ്രായമായി, ഒരു ആൺകുഞ്ഞുണ്ട്. ഈ 3 വർഷമായി ഞങ്ങൾ നിവർത്തിയില്ലാതെ കേസൊക്കെ കൊടുത്തിട്ട് ഇതുവരെ അതിന് ഒരു ഫലവും ഉണ്ടാകും. എന്ത് കേസാണ് കൊടുത്തത് ശൈലജ മാഡം? കൊച്ചിനെ ചെലവിന് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ടും ഈ മോക്ക് സംരക്ഷണം കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞാണ്. കുടുംബ കോടതിയിലെ കേസാണോ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസാണോ കൊടുത്തത്? കുടുംബ കോടതിയിൽ കൊടുത്തിരിക്കുക. കുടുംബ കോടതിയിലെ കേസ് പിന്നെ ചിലവിനാണ്, ജീവനാംശം ലഭിക്കാനാണ് കൊടുത്തതെങ്കിൽ അതിന്റെ വിധി വരാറായി. പിന്നെ അതിനകത്ത് താൽക്കാലികമായി ചെലവിന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹർജി കൊടുക്കാൻ പറ്റും. അത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല. അത് അറിയില്ല. അത് കൊടുത്തു. അപ്പൊ അതിന്റെ വിധി ഉടനെ വരും. ഒരു കേസിന്റെ പ്രീ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ആ കേസിൽ വിധി വരുമ്പോൾ ഏകദേശം 5 വർഷമാവും ഏകദേശം. കാരണം അത്രത്തോളം കേസുകളാണ് കുടുംബ കോടതിയിലുള്ളത്. തിരുവനന്തപുരം കുടുംബ കോടതിയിലാണോ നെയ്യാറ്റിൻകരയാണോ കേസ്? നെയ്യാറ്റിൻകര കുടുംബ കോടതി. നെയ്യാറ്റിൻകര കുടുംബ കോടതിയിൽ ഇപ്പം പിന്നെ ജുഡീഷ്യൽ ഓഫീസർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് താമസമുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ആ കേസ് നിങ്ങളുടെ അഡ്വക്കേറ്റിനോട് പറഞ്ഞാൽ വളരെ എമർജൻസി ആയിട്ടുള്ള കേസുകൾ, ചാർജുള്ള കോടതിയിലേക്ക് കേസുകൾ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെടാം. അപ്പം ഉടനെ തന്നെ അവിടെ ജുഡീഷ്യൽ ഓഫീസർ വരും. അപ്പം നിങ്ങളുടെ കേസിന് തീരുമാനമാവും. ഇനി നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുക്കുന്ന പോലെ കോടതി കൊണ്ടുവന്ന ഒരു പെറ്റീഷൻ കൊടുത്താൽ പെട്ടെന്ന് തന്നെ വിധി വരുന്നു. അങ്ങനെയല്ല. കോടതിയിൽ അതിൻ്റെതായ നിയമ നടപടിക്രമങ്ങളുണ്ട്. ആ ക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് മാത്രമേ അതിനകത്തൊരു വിധി വരുള്ളൂ. ആ വിധി വന്നാലും പോരാ, വിധി നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത എക്സിക്യൂഷൻ പെറ്റീഷൻ, വിധി നടത്ത് ഹർജി കൊടുക്കണം. അത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ വിധി നടപ്പാക്കി കിട്ടുന്നത്. അതിലാണ് വാറണ്ട് പോവുകയും അയാളെ ജയിലിലാക്കുകയും പൈസ തന്നില്ല എങ്കിൽ ജയിലിലേക്ക് പോവുകയും അല്ലെങ്കിൽ അയാളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടുകയും അത്തരം നടപടികളിലേക്ക് പോകുന്നത്. ഇപ്പം നിങ്ങൾ പറയുന്നത് 3 വർഷമായി നിങ്ങളുടെ കേസ് ഏകദേശം വിധി വരാറായിട്ടുണ്ട് കേട്ടോ. ഇയാൾക്ക് വേണ്ടി നോട്ടീസ് അയച്ച അയാൾ മർച്ചന്റ് നേവിയിലാണെന്നും പറഞ്ഞുകൊണ്ടാണ്. മർച്ചന്റ് നേവി അപ്പൊ എളുപ്പമാണ്. അയാൾ മർച്ചന്റ് നേവിയിലാണെങ്കിൽ അയാളുടെ മേലുദ്യോഗസ്ഥന് പിന്നെ കോടതിയിൽ നിന്നും നോട്ടീസ് അയച്ചാൽ മതി. അയാൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അത് ആ മേലുദ്യോഗസ്ഥന് വഴി കത്തയച്ചാൽ മതി. മാഡം, ഇപ്പൊ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. അത് പിന്നെ കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എതിർകക്ഷി എവിടെയാണ് എന്ന് അന്വേഷിച്ച്, നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനൊക്കെ ഇല്ലേ, അവരുടെ ബന്ധുക്കളില്ലേ, അച്ഛനും അമ്മയൊക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെ ഒരു അമ്മയുണ്ട്. അപ്പൊ ബന്ധുക്കളൊക്കെ ഇവിടെ ഇല്ലേ, അപ്പൊ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താല് കണ്ടെത്തിത്തരും. നോട്ടീസ് ചെല്ലുമ്പോ അമ്മ വീട്ടിനകത്ത് ഇയാളെ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഇവിടെ ഇല്ല, എന്റെ അമ്മ മർച്ചന്റ് നേവിയിലാണ്. അത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അതിനകത്ത് വേറെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അയാളെ കേൾക്കാതെ തന്നെ വിധിയാക്കുന്നതിന് വേണ്ടിയിട്ട് പേപ്പർ പബ്ലിക്കേഷൻ, അങ്ങനെ പതിച്ച് നടത്തൽ, അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിക്കുക. അതിനെക്കുറിച്ച് എനിക്കിവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല. കാരണം കേസ് ഏത് സ്റ്റേജിലാണ്, അത്തരം കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല.
അഡ്വക്കേറ്റിനെ കണ്ടിട്ട് അയാൾക്ക് നോട്ടീസ് നടത്താനുള്ള ഇതര നടപടികളുണ്ട് അയാൾ കൈപ്പറ്റിയില്ലെങ്കിൽ കേട്ടോ. അതിനും നിയമത്തിൽ വകുപ്പുകളുണ്ട്. അതനുസരിച്ച് പിന്നെ അത് തീരുമാനമെടുക്കും കേട്ടോ. അയാളാണ് ഡൈവേഴ്സിന് നോട്ടീസ് ഇത് കൊടുത്തത്. ആര് കൊടുത്താലും അപ്പൊ അയാൾ കൊടുത്ത കേസ് നിലവിലില്ലേ, അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ കേസും വിളിച്ചാൽ മതി. അത്തരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വക്കീലിന് അറിയാമായിരിക്കും, അത് വക്കീലിനോടൊന്ന് സംസാരിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ മാം, ഈ വിവാഹമോചനത്തിന് പോകുന്നതില് അപ്പം എന്തൊക്കെയാണ് ഒരു നോർമൽ കേസിൽ വരുന്ന നടപടിക്രമങ്ങൾ? അതായത് പലരും ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു പിന്നെ കോടതിയിൽ നിന്നൊരു നോട്ടീസ് വന്നാൽ അത് കൈപ്പറ്റി നമ്മൾ രജിസ്റ്റേർഡ് കൈപ്പറ്റി കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയി പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് വരും, പലരും ഈ കോടതിയിൽ നിന്ന് വരുന്ന നോട്ടീസ് കൈപ്പറ്റില്ല. അപ്പോൾ തന്നെ അൺക്ലെയിംഡ് ആയിട്ട് ഇത് കോടതിയിലേക്ക് തിരിച്ചു പോവുകയും നമ്മളെ കേൾക്കാതെ തന്നെ കോടതി വിധി പാസ്സാക്കുകയും ചെയ്യും. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് ഇയാൾ കല്യാണം കഴിക്കുമ്പോഴായിരിക്കും വൈഫ് ഓടി വരുന്നത്, ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അയാൾ വേറെ കല്യാണം കഴിച്ചതിന് കേസ് എടുക്കണമെന്ന്. അപ്പം നമ്മൾ കോടതിയിൽ പരിശോധിക്കുമ്പോഴാണ് ഇവർക്ക് നോട്ടീസ് വന്നതായിട്ട് ഇവർ കൈപ്പറ്റാതെ തിരിച്ചയച്ചത് കാരണമാണ് എക്സ്പാർട്ടിയായിട്ട് അയാൾക്ക് വിധി ലഭിച്ചത്. അത് പലരുടെ സ്ത്രീകളുടെ അജ്ഞതയാണ്. പിന്നെ എനിക്ക് അയാളെ കൊണ്ട് ജീവിക്കാനേ പറ്റില്ല, പക്ഷെ ഞാൻ ഡിവോഴ്സ് കൊടുത്താൽ അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്ന് പലർക്കും മിഥ്യാധാരണയുണ്ട്. അങ്ങനെ ഒരു നിയമമില്ല. എനിക്ക് എൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഏത് സ്ത്രീക്കും വിവാഹമോചനത്തിന് കേസ് കൊടുക്കാം. അതിന് നഷ്ടപരിഹാരം എന്ന് പറയുന്ന ഒരു വകുപ്പില്ല. പിന്നെ വിവാഹമോചനത്തിലേക്ക് പോകുമ്പോൾ ഈ ഫോൾസ് ആയിട്ടുള്ള അക്യൂസേഷൻസ് വരും എന്നുള്ളൊരു സാധനവും ഇല്ലേ? അത് പേടിച്ചിട്ടും പലരും പോവാതിരിക്കുകയൊക്കെ ചെയ്യാറില്ലേ? തീർച്ചയായിട്ടും. സ്ത്രീകൾക്ക് അറിയില്ല കോടതി എന്താണെന്നും. പലരും സിനിമയും സീരിയലും കണ്ട പരിചയം മാത്രമേ പലർക്കും കോടതിയിലുള്ളൂ. അതൊന്നും അല്ല കോടതി. ഒരു 2-3 ദിവസം കോടതി, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പോലെ 1 മന്ത് ഫാമിലി കോടതിയിലും ട്രെയിനിങ്ങിന് പോയതിനു ശേഷം മാത്രം കല്യാണം കഴിക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ എത്ര ബുദ്ധിമുട്ടാണ് ഒരാൾ ഒരു വിവാഹം കഴിഞ്ഞാൽ വിവാഹമോചനത്തിന് വന്നാൽ കോടതിയിൽ അനുഭവിക്കേണ്ടി വരുന്നത്. പിന്നെ ഇതിലുണ്ടാകുന്ന കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട്. ഇതിൽ റിയൽ വിക്ടിംസ് എന്ന് പറയുന്ന കുട്ടികളാണ് കേട്ടോ, അല്ലാതെ അച്ഛനും അമ്മയല്ല. അച്ഛനും അമ്മയും അവരുടെ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടികൾ ആണ് പ്രശ്നത്തിലാവുന്നത്. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. ഒരു ശ്രോതാവുണ്ട്. ഹലോ ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? മാഡം, ഞാൻ എന്റെ പേര് ലൈല ബീവി എന്നാണ്. സ്ഥലം എവിടെയാണ്? ഞാന് നമ്മുടെ കോട്ടയം ജില്ല എരുമേലി. ലൈല മാഡം, എന്താണ് സംശയം? എനിക്ക് അച്ഛനും അമ്മയും ഇല്ല വളർന്നാണ്. എനിക്ക് വിവാഹം കഴിഞ്ഞു. അത് അത്ര അങ്ങനെ കൊണ്ടുവന്നില്ല. എന്നെ രണ്ടാമത്തെ ഭർത്താവ് മരിച്ചുപോയി. അപ്പം എന്നെ മരിക്കുന്ന വരെ സംരക്ഷിച്ചോളാന്നും പറഞ്ഞു അങ്ങനെ വന്ന് കല്യാണം കഴിച്ചു. 1 വർഷം 2 മാസം നമ്മുടെ വീട്ടിൽ നിന്ന് പുള്ളിയുടെ വീട്ടിലേക്ക് നാട്ടിലേക്ക് കൊണ്ടുപോയി. വേറെ 1.5 സെന്റ് സ്ഥലവും മേടിച്ച് അവിടെ ഞങ്ങൾ 2 താമസിക്കുമായിരുന്നു. മക്കളെ ഒന്നും പുള്ളി കാണിച്ചിട്ടുമില്ല, പോയിട്ടുമില്ല. അങ്ങനെ 1 വർഷം അവിടെ കൊണ്ടുവന്ന് അന്ന് തന്നെ ഒരു ആഴ്ച കൊണ്ടുവന്ന ഉടനെ ഈ മക്കളുമായിട്ട് നിങ്ങളുടെ പ്രശ്നം പെട്ടെന്ന് തന്നെ ചുരുക്കി പറഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം നമുക്ക് സമയം പൊയ്ക്കൊണ്ടിരിക്കുക. എന്താണ് നിങ്ങളുടെ സംശയം എന്ന് കൃത്യമായി ചോദിച്ചാൽ പറഞ്ഞുതരാം. ഈ പുള്ളി 1 വർഷം കഴിഞ്ഞപ്പം അയാൾ ചുറ്റികൊണ്ട് തന്നെ അടിച്ചു. ചുറ്റികൊണ്ട് അടിച്ചു കഴിഞ്ഞിട്ട് അവിടെ അടുത്തൊരു ആശുപത്രി ഞാൻ ഇറങ്ങി ഓടി. അയാൾ തന്നെ അടുത്തൊരു ആശുപത്രി കൊണ്ടുപോയി. അവര് കേസ് ചാർജ് ചെയ്തു. ഇയാൾ ഇനി ഒരിക്കലും എന്നെ ചെയ്യത്തില്ല, പോലീസൊക്കെ വന്നു, ഒരിക്കലും ഒന്നും ചെയ്യത്തില്ല. പെൺമക്കള് 3 ഇയാളും കൂടെ നീ ഒരു ഉപദ്രവം ചെയ്യത്തില്ല എന്നും പറഞ്ഞിട്ട് അയാളെല്ലാം പെറക്കി കെട്ടി കേസിൽ നിന്ന് പുള്ളിയെ ഒഴിവാക്കിച്ച് എന്നെ കൊണ്ട് ഒഴിവാക്കിച്ചിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് എരുമേലി കൊണ്ട് നാക്കിയിരിക്കുക. ഇന്ന് വരെയും ചെലവിനും തരികയില്ല. ഞാൻ വന്ന് നോക്കി. നിങ്ങളുടെ എത്രാമത്തെ വിവാഹമാണെന്ന് പറഞ്ഞത്? 3ാമത്തെ. അപ്പൊ ആദ്യത്തെയും 2ാമത്തെയും ഭർത്താവ് നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷമാണോ 3ാമത് വിവാഹം കഴിച്ചത്? അതെ. ആദ്യത്തെ മക്കൾ 2 പേരുണ്ട്. ആദ്യത്തെ ഭർത്താവ് വിവാഹമോചനം നേടിയതാണോ, മരണപ്പെട്ടു പോയതാണോ? അതെ. തിരുവല്ല കോടതി വെച്ച്. രണ്ടാമത്തെ ആള് മരിച്ചുപോയി. അപ്പം ഭർത്താവിന്റെ ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്ന ആളുടെ ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ടോ? അത് നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയവർ? മരിച്ചുപോയതാ. മരിച്ചുപോയത്. അപ്പൊ നിങ്ങൾ നിയമപരമായി വിവാഹം കഴിച്ചവരാണ് അല്ലേ? അതെ, നിയമപരമായി നിക്കാഹ് കഴിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കുടുംബ കോടതിയിൽ ജീവനാംശം, അതായത് ചിലവിന് കിട്ടുന്നതിനായി ഹർജി നൽകാവുന്നതാണ്. ചിലവിന് നൽകാനായിട്ട് ഹർജി കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ വിവാഹം നിയമപരമായിട്ടുള്ള വിവാഹമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത്. പള്ളി വെച്ച ഇവിടുന്ന് മേടിച്ച് നമ്മുടെ ഈ പള്ളിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ട് അയാൾ ചെയ്തത്. ശരി. അപ്പൊ അത് നിയമപരമായിട്ട് വിവാഹമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവനാംശം ലഭിക്കുന്നതിനായിട്ട് ഹർജി കൊടുക്കാം. ഇവർ ചോദിച്ചതിൽ ഒരു പ്രധാന
പ്രധാന പോയിന്റ് ഇതാണ്. ഇപ്പൊ 2 കല്യാണം കഴിച്ചു, 3 കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആ കല്യാണങ്ങളൊക്കെ നിയമപരമായിട്ടുള്ള വിവാഹമാണോ എന്നുള്ളത് പ്രശ്നമാണ്. ഒരു സ്ത്രീക്ക് ജീവനാംശം ആവശ്യപ്പെടുന്നതിന് നിയമപരമായ വിവാഹം വേണം. എന്നാൽ ആ നിയമപരമായ അല്ലാത്തൊരു വിവാഹത്തിൽ ജനിച്ച കുട്ടികൾക്ക് മെയിൻ്റനൻസിന് അർഹതയുണ്ട്. കുട്ടികൾ ജനിക്കുന്നത് അച്ഛനും അമ്മയും ലീഗലി വെഡഡ് വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആണോ എന്ന് അറിഞ്ഞിട്ടല്ല. സോ ആ കുട്ടികൾക്ക് ജീവനാംശത്തിന് അർഹതയുണ്ട്. പക്ഷേ നിയമപരമല്ലാത്ത വിവാഹത്തിലുള്ള ഭാര്യ എന്ന് പറയുന്ന സ്ത്രീക്ക് ഇതിന് ജീവനാംശത്തിന് അർഹതയില്ല. ഓക്കെ മാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്താ പറയുക, സ്ത്രീധനം കിട്ടാൻ വേണ്ടി കല്യാണം കഴിക്കുന്നവരുണ്ട്. പക്ഷേ എത്ര നമ്മൾ ഈ പറഞ്ഞ പോലെ അവബോധം വെച്ചിട്ടും നമ്മുടെ സമൂഹം ഈ ഒരു എന്താ പറയാ ഇതിലെ ഈ പ്രഥ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു വിവാഹം നടന്ന് അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഗോൾഡ് അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തത് 5 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ കൊടുക്കുകയാണ്. 2 ലക്ഷത്തിൽ രൂപ പണം കൈമാറ്റം ചെയ്യാൻ പാടില്ല നിയമപരമായിട്ട്. 5 ലക്ഷം ക്യാഷ് കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയുന്നത് പൈസ കൊടുക്കാതെ ആരും എൻ്റെ മോളെ കൊണ്ടുപോകത്തില്ല എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, മകളെ വിൽക്കാനാണോ വെച്ചിരിക്കുന്നത്? നമ്മളിങ്ങനെ വിൽക്കാൻ വെക്കുന്ന സാധനം 5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന പോലെയാണ് ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ നടക്കുന്നത്. നമ്മൾ എത്ര അവബോധം കൊടുത്താലും ഇതൊന്നും തന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ തലയിൽ കയറുന്നില്ല. കാരണം കാലങ്ങളായിട്ട് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ സ്വർണവും പണവും കാറും വീടും ഒക്കെ കൊടുത്താൽ മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ എന്നുള്ള. പക്ഷെ എനിക്ക് തോന്നുന്നു പുതിയ തലമുറ കുറേയൊക്കെ മാറിത്തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ കൊടുക്കാൻ സമ്മതിക്കാറില്ല പുതിയ കുട്ടികൾ. അവരവരുടെ ഇഷ്ടപ്പെട്ട പാർട്ട്ണറെ കണ്ടെത്തുന്നു. സ്ത്രീധനം ചോദിച്ചു വരുന്നവരെ അപ്പോഴേ വേണ്ടാന്ന് വയ്ക്കാനുള്ള അതിന് കാരണം പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ്. ഇപ്പം നമ്മൾ എടുത്തു നോക്കി, ഒരു മാട്രിമോണിയൽ സൈറ്റ് എടുത്തു നോക്കിയാലും പെൺകുട്ടികൾക്ക് വളരെയധികം വിദ്യാഭ്യാസമുണ്ട്. ചിലപ്പോൾ അച്ഛനമ്മമാർ കൂലിവേലയ്ക്ക് പോകുന്നതോ ചെറിയ ജോലിക്ക് പോകുന്നവരൊക്കെ ആയിരിക്കും. പുതിയ തലമുറയിലുള്ള പെൺകുട്ടികൾക്ക് ഹൈലി ക്വാളിഫൈഡ് ആണ് കുട്ടികൾ. അതുകൊണ്ട് തന്നെ അവർ ഫിനാൻഷ്യലി സ്റ്റേബിളാണ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത് നോ എന്ന് പറയാൻ പറ്റുന്നത്. എനിക്ക് വരുമാനമില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അയാൾ പറയുന്നതൊക്കെ തന്നെ ഞാൻ കേൾക്കേണ്ടി വരും. ഒരു ശ്രോതാവ് കൂടെയുണ്ട്. ഹലോ ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഇത് ചന്ദ്രിയാണ്. സംസാരിച്ചോളൂ. സംശയം ചോദിച്ചോളൂ. എന്റെ മോൻ ഇരുന്നപ്പോൾ ഒരു കുട്ടിയുമായിട്ട് ഞാൻ ചാറ്റ് ചെയ്ത് എങ്ങനെയോ അവത്തമ്പത്തിയോ കല്യാണം നടന്നു. അവിടെ വെച്ച് നടന്നില്ല. വീട്ടില് നമുക്ക് നോക്കിയപ്പം പൊരുത്തൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടും പെൺകുട്ടിക്ക് ഇവൻ തന്നെ വേണം. അങ്ങനെ വിവാഹം നടത്തി കഴിഞ്ഞപ്പോഴേ പിന്നെ അവൻ ഗൾഫിലായിരുന്നു. അവൻ കുറച്ച് പിന്നെ ബുദ്ധിമുട്ടിയൊക്കെ എല്ലാം നല്ല പൈസയൊക്കെ വന്ന രീതിയിൽ ജീവിച്ചു വന്നതാണ്. ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നാലും അവന് പരിസരബോധമൊന്നും ഇല്ലാതായി. അവരുടെ എല്ലാ ഫ്രണ്ട്സ് എല്ലാം കൂടെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പൊ ഇവിടെ വന്നിട്ട് അവന് ഒരു നല്ല സിറ്റുവേഷനൊക്കെ മനസ്സിലാവുന്നില്ല. പിന്നെ ഡോക്ടർ ട്രീറ്റ്മെന്റില് ഇപ്പോൾ ഞങ്ങള് ഞാൻ തന്നെ കൊണ്ടുപോയി എല്ലാം കുറേശ്ശെ. അമ്മ പറയുന്നത് മനസ്സിലാവുന്നില്ല. വിവാഹബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? വിവാഹബന്ധമുണ്ട്. പക്ഷെ ഭാര്യയ്ക്ക് മോൻ ചെലവിന് കൊടുക്കുന്നില്ല. എങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് എങ്ങനെ ജോലി ചെയ്യിക്കും, എങ്ങനെ ചെലവ് കൊടുക്കും? മോന്റെ സിറ്റുവേഷൻ ഇപ്പൊ എന്താണ്? മോന്റെ അവസ്ഥ എന്താണ്? ഇപ്പോ ട്രീറ്റ്മെന്റിലാണോ? ഇപ്പോഴും പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് കേൾക്കുന്നൊന്ന് ഇങ്ങനെയുള്ള രീതിയിലാണ്. അല്ല, നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ അല്ല ഇപ്പൊ അല്ലേ മോന്? ഇപ്പോഴും അങ്ങനെ അല്ല. ഒരു പിന്നെ ഫോണിന്റെ നമ്പർ പറഞ്ഞു കൊടുത്താൽ എഴുതാൻ അറിയില്ല. സിറ്റുവേഷനില് മകന് എന്തോ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടായിരിക്കാം. അപ്പൊ അത് അമ്മ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം. ഈ ഒരു മോനെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ അതുപോലെ നോക്കിയതാണ്. നിയമപരമായിട്ട് അമ്മയ്ക്ക് ആ കുട്ടിയിൽ നിന്ന് എന്താണ്? എന്റെ മോന് ഈ ഒരു അവസ്ഥ ആണെങ്കിൽ കൊടുക്കാനുള്ള യാതൊരു പകയില്ല. നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്. അവന്റെ ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും കോടതിയിൽ കേസ് നിലവിലുണ്ടോ? നിലവിലില്ല. ഒരു പ്രൈവറ്റായിട്ട് ഒരു അഡ്വക്കേറ്റിനെ വിളിച്ച് എന്തൊക്കെ എഴുതി കൊടുത്തു. എന്നിട്ട് ഇവനായിട്ട് പേടിപ്പെടുത്തുന്നായിരുന്നു. കോടതിയിൽ വരണം,
എങ്ങനെയൊക്കെയല്ലേ അവിടെ പോയപ്പോ പിന്നെ അമ്മ പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. എന്തായാലും മനസ്സിലാകുന്നത് മകന് ജോലി ഉണ്ടായിരുന്നു, ഹൈപ്പർ ടെൻഷൻ വന്ന് മകന് പ്രശ്നങ്ങൾ ഉണ്ടായി. അത് പലപ്പോഴും ഇതുപോലുള്ള കേസുകളിൽ സംഭവിക്കാറുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു വിവാഹത്തിലേക്ക് പോയി കഴിയുമ്പോൾ ആ എക്സ്പെക്ട് ചെയ്ത ഒരു ഇത് എതിർഭാഗത്തു നിന്ന് കിട്ടാതെ ആകുമ്പോൾ നമുക്ക് നമ്മളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഹൈപ്പർ ടെൻഷനായിട്ട് അത് പല ട്രോമയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ എന്തോ സംഭവിച്ചു. ഇപ്പം വൈഫ് നിർബന്ധിച്ച് ഏതോ കേസ് കൊടുക്കണം, ചെലവിന് കിട്ടണം എന്നൊക്കെ പറയും. പക്ഷേ ഇയാൾ ചെയ്യാനുള്ള ഒരു കണ്ടീഷനിലുള്ള മാനസികാവസ്ഥയിലാണോ എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ 1 മണിക്കൂർ അവരെ ഇരുത്തി കേട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിന് ഉത്തരം പറയാൻ നോർമലി അപ്പൊ ജീവനാംശം കിട്ടാനുണ്ട്. അപ്പൊ നമ്മുടെ നിയമം പറയുന്നത് ലീഗലി കല്യാണം കഴിച്ച് അതിൽ കുട്ടിയുണ്ടെങ്കിൽ ഭർത്താവ് ഒരു ലീഗൽ ഹസ്ബൻഡ് ആണെങ്കിൽ ഇഫ് ഹീസ് ആൻ ഏബിൾ ബോഡീഡ് പേഴ്സൺ എന്നാണ് പറയുന്നത്. ജോലി ചെയ്യാനുള്ള ഒരു ആരോഗ്യമുണ്ടെങ്കിൽ അയാൾ ജോലി ചെയ്ത് ഭാര്യയ്ക്കും കൊച്ചിനും ചെലവിന് കൊടുക്കണം എന്നാണ് നിയമം പറയുന്നത്. അപ്പോൾ ഇയാൾ ഒരു ഏബിൾ ബോഡീഡ് പേഴ്സൺ ആണോ അല്ലെന്ന് കോടതി പോയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇയാൾ മെന്റലി പ്രശ്നമുള്ള ആളാണോ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടോ, ജോലി ചെയ്യാൻ പറ്റുമോ. അമ്മ പറയുന്ന ഫോൺ നമ്പർ പോലും എഴുതാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തോ ഒരു കാര്യമായ സ്ട്രോക്കോ വല്ലോ എന്തെങ്കിലും വന്നിട്ട് എന്തെങ്കിലും മെമ്മറി ലോസോ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അപ്പോൾ അത് കോടതി പോയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവും. ആ അമ്മയുടെ ചോദ്യത്തിന് നമുക്ക് ക്ലിയർ കട്ടായിട്ടൊരു ആൻസർ അമ്മയെ 1 മണിക്കൂർ അല്ലെങ്കിൽ അമ്മയുടെ മകനെ കേൾക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല. അവരത് ഫോർമലി കോടതിയിൽ പോവുകയാണെങ്കിൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു ശ്രോതാവുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. എന്റെ പേര് തുളസിധരൻ എന്നാണ്. സംസാരിച്ചോളൂ മാഡത്തിനോട്. ഹലോ മാഡം. പറഞ്ഞോളൂ, എന്താണ് സംശയം സാർ? ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞാൻ എറണാകുളത്ത് ഒരു ടെസ്റ്റിന് പോയപ്പോഴത്തേനും കൊല്ലത്ത് നിന്ന് ബസ് കയറിയപ്പോഴേ ഒരു പെൺകുട്ടി 10-18 വയസ്സൊരു പെൺകുട്ടിയെ നിരന്തരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഞാൻ എന്ത് കണ്ടു സാക്ഷിയായിട്ട് ഞാൻ പ്രതികരിച്ചപ്പോൾ ആ ബസ്സിലിരുന്നത് ഒറ്റ വ്യക്തികൾ പോലും അനുകൂലമായിട്ട് എനിക്ക് അനുകൂലം പറ്റുന്നില്ല. അദ്ദേഹം ഈ പറഞ്ഞ വ്യക്തിയാണെങ്കിൽ മദ്യപിച്ച് നിൽക്കുകയാണ്. ഈ പെൺകുട്ടി പോലും പെൺകുട്ടി കരയുന്നുണ്ട്. എന്നിട്ട് ഞാൻ മക്കളെ നമുക്ക് സ്റ്റേഷനിൽ പോകാം. ഞാൻ കണ്ടക്ടർ പറഞ്ഞു. കണ്ടക്ടർ പറഞ്ഞ അത് സാരമില്ല, ഇനി വലിയ സ്റ്റേഷനൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പാടാണ്, യാത്രയും കൊണ്ട് കോഴിക്കോട്ടൊക്കെ ആണ്. ഞാൻ പറഞ്ഞു, ഒരു കുട്ടി ഇങ്ങനെ നിരന്തരമായിട്ട് ശല്യം ചെയ്യുമ്പോഴും നിങ്ങളത് പ്രതികരിക്കാതെ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ മാറി പറഞ്ഞപ്പോഴത്തേനും ആ യാത്രക്കാരുൾപ്പെടെ ഒന്നും പറഞ്ഞിട്ടില്ല. അതെന്താണ് കാര്യം എന്നറിയാമോ? ഒരു പെൺകുട്ടി, ഒരു 18 വയസ്സായ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരുമ്പോൾ ആ ഉണ്ടാകുന്ന ട്രോമ, ആ കുട്ടിയുടെ വീട്ടിലെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ പലപ്പോഴും പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കുട്ടികൾ റോഡിൽ നിന്ന് കമൻ്റ് അടിച്ചു എന്ന് വീട്ടിൽ വന്ന് പരാതി പറഞ്ഞാൽ വീട്ടുകാർ പറയുന്നത്, ഇവിടുന്ന് ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ടല്ലോ, നിന്നെ മാത്രമല്ലേ കമൻറ്റ് ചെയ്യുന്നുള്ളൂ, അപ്പം നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ പറയുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അല്ല, ഇന്നത്തെ കാലത്ത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അച്ഛനെയും അമ്മയും ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്താണ് പ്രശ്നമെന്ന് പോയി നോക്കി ആ കുട്ടിക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ നാടോ വീട്ടുകാരോ ഇല്ല. അതാണ് നമ്മുടെ പ്രശ്നം. ഇനി ഈ ബസ്സിലിരിക്കുന്നവർ പ്രതികരിക്കാത്ത എന്താണ്? അവർ പ്രതികരിച്ച് അവരെല്ലാം സാക്ഷിയാവും. അവരെല്ലാം കോടതിയിൽ പോയി ഇത് കണ്ടെന്നോ കണ്ടില്ലെന്നോ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ പാട് നോക്കി മിണ്ടാതിരുന്നാൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ. പക്ഷേ നമ്മളെല്ലാം പ്രതികരിക്കാതെ പോകുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ പ്രതികരിച്ച അതിൽ ഒന്നാം സാക്ഷി നമ്മളാവും. നമ്മളാണത് ആദ്യം കണ്ടത്. പോലീസ് സ്റ്റേഷനിലും കോടതിയിലും പോയി മൊഴി കൊടുക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല ഒരു ഓർഡിനറി ലേമാന്. അപ്പോൾ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ സുതാര്യമായിരിക്കണം. ഈ ഒരു ക്രൈം വേറൊരു രാജ്യത്താണ് ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടിക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടാകില്ല. അങ്ങനെ ഉണ്ടായാൽ തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷനാണ്. അവിടെ പിന്നെ നേരെ കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കോടതി അപ്പം തന്നെ ശിക്ഷ, അയാൾ അപ്പോഴേക്കും ജയിലിലേക്ക് പോവുകയാണ്. നമ്മുടെ നാട്ടിലെ നിയമങ്ങളും നിയമ നടപടിക്രമങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. താങ്കൾ ആ കേസിൽ പ്രതികരിച്ചത് താങ്കളുടെ പൗരബോധമാണ്. അതിൽ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്നെ ഒരാൾ ഉപദ്രവിച്ചാൽ സ്റ്റേറ്റിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അതായത് സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് അക്യൂസ്ഡിൻ്റെ പേരാണ് എഴുതുന്നത്, വിക്ടിമിൻ്റെ പേരല്ല, എൻ്റെ പേരല്ല എഴുതുന്നത് കോടതിയിൽ. അവിടെ കേസ് വിളിക്കുന്ന ഞാൻ ഒന്നാം സാക്ഷിയാകുന്നുള്ളൂ. അതായത് ഈ രാജ്യത്ത് എന്ത് ക്രൈം നടന്നാലും അതിലെ വാദി എന്ന് പറയുന്നത് സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് ഓഫ് കേരളയാണ് അഫക്റ്റഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ പാർട്ടിക്ക്, സ്റ്റേറ്റിന് ആ കേസ് നടത്താനായിട്ട് പ്രോസിക്യൂട്ടറെ വെച്ചിട്ടുണ്ട്, പോലീസിനെ വെച്ചിട്ടുണ്ട് കേസ് നടത്താനായിട്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സംവിധാനങ്ങൾ ഈ വിക്ടിം യൂസ് ചെയ്തില്ല എങ്കിൽ, വിക്ടിമിന് വേണ്ട എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഒരു സൈബർ അറ്റാക്ക് വന്നാൽ തന്നെയും അത്തരം കേസുകളിൽ ഒരു സ്ത്രീക്ക് കോടതി പോകേണ്ടി വരുന്ന ആ നൂലാമാലകൾ കാരണമാണ് പലപ്പോഴും സ്ത്രീകൾ ആ നടപടിക്രമങ്ങൾ ഒന്ന് സുതാര്യമാക്കുകയും ആ നടപടിക്രമങ്ങൾ വേഗമാക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്ത്രീകൾക്ക് പരാതി കൊടുക്കാനായിട്ട് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ പലയിടത്തും വിമൻ ഡെസ്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ
പ്രൊസീജിയറിൽ ഒരു മാറ്റവുമില്ല. നമ്മൾ എത്രയോ ദിവസം കയറി ഇറങ്ങിയാലേ പോലീസ് അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഒരു സെറ്റിൽമെൻറ്റ് ടോക്കിന് പോലും SIക്ക്, കാരണം എന്താണ്, ആ നാട്ടിലുള്ള ക്രമസമാധാന നിലയുടെ എല്ലാ ഉത്തരവാദിത്വം SHOയ്ക്കാണ്. എൻ്റെ മാത്രം പ്രശ്നമല്ല അവിടെ കേൾക്കുന്നത്. അപ്പം ആ നാട്ടിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടിയെങ്കിലും ഒരു ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്താൽ കുറേയെങ്കിലും സുതാര്യമായിട്ട് സ്ത്രീകൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി. നോർമലി മാം ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ ഒരു സ്ത്രീ ചെന്ന് പരാതിപ്പെടേണ്ട ചാനൽ എങ്ങനെയാണ്? ഒരു ഫോൺ ചെയ്താൽ മതി. അല്ലേ? ഒരൊറ്റ ഫോൺ കോളിൽ കംപ്ലൈൻറ്റ് എടുക്കണം എന്നാണ്, FIR ചാർജ് ചെയ്യണം എന്നാണ്. പക്ഷേ ഫോൺ നമ്പർ അറിയണം സ്ത്രീകൾക്ക്. പല ഫോൺ നമ്പറുണ്ട്, പിങ്ക് പോലീസിൻ്റെ ഉണ്ട്. ഒന്നും വേണ്ട, 100 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ആക്ഷൻ എടുക്കണം എന്നാണ്, പോലീസ് ആ സ്പോട്ടിൽ വരണം എന്നാണ്. പക്ഷെ അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകുന്നു എന്നുള്ളത് എൻ്റെ ഈ 28 വർഷത്തെ സർവീസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതെല്ലാം ഒരു 50% പോലും വർക്കിംഗ് അല്ല എന്നുള്ളതാണ്. ഞാൻ 100 വിളിച്ചാൽ എനിക്ക് ആദ്യം കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കൺസേൺ പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ തരും, വിളിച്ചോളാൻ പറയും. അപ്പോൾ എന്നെ ഇവിടെ ഉപദ്രവിച്ചിരിക്കുന്ന ഒരാൾ, ഞാൻ ആ ഫോൺ നമ്പർ എനിക്ക് എഴുതിയെടുക്കാനോ ഒന്നുമില്ല. അതേസമയത്ത് ആ 100 വിളിക്കുമ്പം തന്നെ അവർക്ക് തന്നെ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ ഇന്ന സ്ഥലത്തൊരു പ്രശ്നം നടക്കുന്നു, നിങ്ങൾ വേഗം അവിടേക്ക് ചെല്ലൂ എന്ന് പറഞ്ഞാൽ അത് ഇഫക്റ്റീവായിട്ടുള്ളൊരു ആക്ഷനാണ് അല്ലേ. അല്ലാതെ എന്നെ കൊണ്ട് തന്നെ 10 സ്ഥലത്ത് വിളിപ്പിക്കുക അല്ല ചെയ്യേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ ഒരു 1090 1099 അല്ലെങ്കിൽ ഭൂമിക കൗൺസിലിംഗ് സെൻ്റർ, അതിൻ്റെ ഒരു നമ്പർ ഞാൻ പറഞ്ഞിരുന്നു. ആ നമ്പറിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്താൽ ആ സ്പോട്ടിൽ അധികാരികളെത്താം, പോലീസ് അധികാരികൾ അവിടെ എത്തുമെങ്കിൽ ഈ നാട്ടിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ സോൾവ് ആവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാകണം. നമ്മുടെ ഒരു ശ്രോതാവും കൂടെ ഉണ്ട്. ഹലോ 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 കേൾക്കാമോ? നമസ്കാരം. ഹലോ മാഡം, ഞാൻ കായംകുളത്തുനിന്ന് പ്രകാശ വിളിക്കുന്നു. എന്താണ് സാർ അറിയേണ്ടത്? സംശയം ചോദിച്ചോളൂ. ഞാൻ ഒരു 30 വർഷമായിട്ട് ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്നു. അതിനിടയ്ക്ക് എനിക്ക് KSRTCയിൽ PSC ടെസ്റ്റ് എഴുതി കണ്ടക്ടറായിട്ട് ജോലി കിട്ടി. പക്ഷേ 7 വർഷം എംപാനലായിട്ട് ജോലി ചെയ്യേണ്ടി വന്നു. അതിനുശേഷം എന്നെ സ്ഥിരപ്പെടുത്തി 2012. അപ്പം എന്റെ അടുത്തുള്ള ഒരു കക്ഷി, അപ്പൊ അവര് ഞാൻ അവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയെന്നും പറഞ്ഞൊരു കേസ് കൊണ്ട് കൊടുത്തു. പക്ഷെ എന്റെ പേരിൽ ഒരു നടപടി എടുക്കാത്തത് കൊണ്ട് അവര് അകന്ന് ഒരു കുട്ടിയെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ അതിന്റെ തോളിൽ കൈയിട്ടു എന്നും പോക്സോ കേസാക്കി രജിസ്റ്റർ ചെയ്തു. ഞാൻ 84 ദിവസം ജയിലിൽ കയറുന്നു, സബ് ജയിലിൽ. അതിനുശേഷം ഈ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ HM രേഖാമൂലം അവിടെ വന്നു, ഇന്ന ദിവസങ്ങളിൽ ഈ കുട്ടി 10 മുതൽ 4 വരെ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ നിരപരാധിയായി കണ്ട് വെറുതെ വിട്ടു. അപ്പം അതിനുശേഷം മാനസികമായി തകർന്ന് ഞാന് അല്പം മദ്യത്തിനൊക്കെ അടിമയായി പോയി പാടും. ജോലി ശരിയായിട്ട് ചെയ്യാനും വന്നില്ല. കാരണം ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചു, ഞാൻ 120 കുട്ടികളെ വീട്ടിൽ ഇരുത്തി പഠിപ്പിച്ചത്. അപ്പം മാനസികമായി തകർന്നു പോയി. ഇപ്പൊ ഞങ്ങളിൽ നിന്ന് എന്താ സംശയമാ ഇപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ പോക്സോ കേസ് എടുക്കുന്നത് ശരിയാണോ മാഡം? അല്ല, കാരണം ഇതിപ്പോ ഒരുപാട് കോടതികൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കമന്റ്സ്, ഒരുപാട് മെസ്സേജസ് പറഞ്ഞിട്ടുണ്ട്. ഇത് സാധാരണ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ടിൽ, അതായത് അച്ഛനും അമ്മയും തമ്മിലുള്ള മാട്രിമോണിയൽ ഡിസ്പ്യൂട്ടിൽ അച്ഛന് കസ്റ്റഡി കുട്ടികളെ കൊടുക്കാതിരിക്കാൻ വേണ്ടി പലപ്പോഴും ഇത് ഇത്തരം പോക്സോ കേസുകളിൽ അച്ഛനെ ഉൾപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും വസ്തുതർക്കങ്ങളിൽ സിവിൽ കേസുകളിലും ഒക്കെ തന്നെ ഇപ്പം ഏറ്റവും എളുപ്പമായ ഒരു രീതി എന്ന് പറയുന്നത് ഈ കുട്ടികളെ കൊണ്ട് പോക്സോ കേസ് പറയിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് കുഞ്ഞുങ്ങളെ കള്ളം പഠിപ്പിക്കുകയാണ്. ഇത്തരം കേസുകൾ ധാരാളം വരുന്നുണ്ട്. അത് ഏതോ മദ്രാസ് ഹൈക്കോടതിയാണോ പിന്നെ ഹൈദരാബാദാണോ എന്ന് എനിക്കറിയില്ല, ഏതോ ഒരു ജഡ്ജ്മെന്റിൽ ഇതുപോലൊരു കള്ളക്കേസ് കൊടുത്തതിന് ആ സ്ത്രീക്കെതിരെ പ്രോസിക്യൂഷൻ നടപടിയെടുക്കണമെന്നും ഈ കേസ് തെളിഞ്ഞാൽ എന്ത് ശിക്ഷയാണോ ഈ അക്യൂസ്ഡിന് പ്രതിക്ക് കിട്ടുമായിരുന്നോ ആ ശിക്ഷ അവർക്ക് ലഭിക്കണമെന്നും പറഞ്ഞ് ഒരു ഉത്തരവുണ്ടായിരുന്നു. അതനുസരിച്ച് കേസെടുത്തതായിട്ട് പറയുന്നുണ്ട്. ഇപ്പം പല കോടതികളും ഇത്തരത്തിൽ മോശമായ രീതിയിൽ കള്ളപ്പരാതികൾ പോക്സോ ആക്ട് അനുസരിച്ച് കൊടുക്കുന്നത് ശ്രദ്ധിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കുലറുകളും എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് കേസുകൾ പോക്സോ നിയമപ്രകാരം, ഇതൊരു പ്രൊട്ടക്റ്റീവ് ലെജിസ്ലേഷനാണ്, കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള ലെജിസ്ലേഷനാണ്. ഇത്തരത്തിൽ കുട്ടികളെ ധാരാളം പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷെ പീഡിപ്പിക്കപ്പെടുന്ന കേസുകളൊന്നും കോടതിയിലെത്താതെ താഴെ പോലീസ് സ്റ്റേഷനിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു സംഘടന തലത്തിലോ അത് ഒത്തുതീർപ്പാക്കി പൈസ കൊടുത്തോ ഒക്കെ തീർക്കുകയാണ്. ഒരു 100 പോക്സോ കേസ് വന്നാൽ അതിൽ 95% കേസുകളും ഇത്തരത്തിൽ സെറ്റിൽ ചെയ്ത് പോവുകയാണ് പതിവ്. എന്നാൽ ആ 95% കേസും സത്യസന്ധമായ കേസാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിവേ അത് സെറ്റിൽ ചെയ്ത് പോകുന്നതാണ്. ശിക്ഷിക്കപ്പെടുന്ന കേസുകൾ 5-10% ശിക്ഷിക്കപ്പെടുന്ന കേസുകൾ, അത് സത്യസന്ധമായ കേസുകളായിരിക്കും. ഇപ്പം മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്
ഡിസ്പ്യൂട്ടിൽ ഏറ്റവും കൂടുതൽ ഈ കുട്ടികളെ കസ്റ്റഡി കൊടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് ഈ പോക്സോ കേസ്. ഇദ്ദേഹം പറയുന്ന പോലെ ഒരു സിവിൽ മാറ്റർ ആയിരിക്കാം, എന്തോ ഒരു കേസിൽ അദ്ദേഹത്തെ ഇനി എന്ത് സംഭവിച്ചാലും അദ്ദേഹം 85 ദിവസം ജയിലിൽ കിടന്നത് ഒരിക്കലും അത് തേച്ചു മായ്ച്ച് കളയാൻ പറ്റില്ല. അദ്ദേഹം പിന്നെ ഈ പറയുന്ന പോലെ നിരപരാധി. അദ്ദേഹം എനിക്ക് തോന്നുന്നു നമ്മുടെ വേറൊരു പരിപാടിയിൽ തന്നെ അതിൽ അനുഭവിച്ച മാനസിക സംഘർഷത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അദ്ദേഹത്തിന്റെ. ഇദ്ദേഹം ഒരാളല്ല, ഇതുപോലത്തെ ഒരുപാട് വ്യക്തികൾ നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ കേസ് കൊടുക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ നമ്മുടെ കുട്ടിയെ കൊണ്ട് ഒരാളിനെതിരെ ഈ കള്ളം പറയിക്കുമ്പോൾ നാളെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്കെതിരെ ഇതുപോലുള്ളൊരു വ്യാജമായ പരാതി കൊടുക്കുന്ന സമയം വിദൂരമല്ല എന്ന് മനസ്സിലാക്കുക. ഞാൻ എൻ്റെ കുട്ടിയോട് പറയണം അച്ഛനെതിരെ ഇങ്ങനെ പറയണം എന്ന് പറയുമ്പോൾ നാളെ അച്ഛൻ പറഞ്ഞാൽ കുട്ടി അമ്മയ്ക്കെതിരെയും ഇത് പറയും, ഇല്ലേ? ഈ നിയമങ്ങൾ നമ്മൾ ദുരുപയോഗം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ലീഗൽ ആക്ഷൻസ് എന്തൊക്കെയാണ്? നിയമപരമായി പിന്നെ ഈ ഇത്തരം പ്രൊട്ടക്റ്റീവ് ലെജിസ്ലേഷൻസ് നമ്മുടെ കൺമുമ്പിൽ, അതായത് ഞങ്ങൾ അഡ്വക്കേറ്റ്സിന്റെ മുമ്പിൽ തന്നെ അത് ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ഇന്ത്യൻ പീനൽ കോഡ്, ഇപ്പം ഇന്ത്യൻ പീനൽ കോഡ് പോയി, എന്നാലും ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന 498A എന്ന് പറയുന്ന സെക്ഷൻ, സ്ത്രീധന പീഡനം, സ്ത്രീ പീഡനം എന്ന് പറയുന്ന ഒരു മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട് വന്നാൽ ആദ്യം ഫയൽ ചെയ്യുന്നത് അതാണ്. അതായത് എങ്ങനെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും ജയിലിലാക്കാം എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പീഡനം നടക്കുന്ന സ്ഥലത്ത് ഇത്തരം കേസുകൾ ഫയൽ ചെയ്യുന്നുണ്ടോ ഇല്ല. അപ്പോഴവൾ ചിന്തിക്കും, എൻ്റെ ഭർത്താവാണ്, എൻ്റെ കുട്ടികളുടെ അച്ഛനാണ്, എങ്ങനെയെങ്കിലും എൻ്റെയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ എത്ര ഗാർഹിക പീഡനം അനുഭവിച്ചാലും അവരിത്തരം കേസുകളിലേക്ക് പോകില്ല. ഈ പ്രൊട്ടക്റ്റീവ് ലെജിസ്ലേഷൻ ഒരു പ്രൊട്ടക്ഷന് ഉപയോഗിക്കുന്നതിനപ്പുറം അത് ഒരു വാളായിട്ട് ഉപയോഗിക്കുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. യഥാർത്ഥ ഗാർഹിക പീഡനങ്ങൾ പലപ്പോഴും കോടതിയിൽ എത്തുന്നില്ല എന്നും ഞാൻ മനസ്സിലാക്കാറുണ്ട്. മാം, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സംസാരിക്കേണ്ടത് ഇന്നിപ്പോൾ വർക്കിംഗ് വിമൻസിനെ കുറിച്ചാണ്. പഴയതിൽ നിന്ന് മാറി എല്ലാവരും വർക്കിംഗ് ആണ്. പക്ഷേ ഈ ജോലി സ്ഥലത്തും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ കുറവല്ല. മാം ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 2 ഉത്തരവാദിത്തമാണ്. വീട്ടിൽ ചെന്നാൽ ഭാര്യ, ജോലി സ്ഥലത്ത് വന്നാൽ അവിടുത്തെ വർക്കിംഗ് ആണ്. പക്ഷേ അവർക്ക് അതിൻ്റെതായ കുറച്ച് ആനുകൂല്യങ്ങളും ഉണ്ടാകാം എന്തായാലും അവരുടെ ഇതനുസരിച്ച്. പക്ഷെ ആ ആനുകൂല്യങ്ങളുടെ പേരിൽ പോലും പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു സ്ത്രീയും പുരുഷനും ഒരുപോലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയിട്ട് വരുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു 10, 20, 15 വർഷങ്ങൾക്ക് മുമ്പുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞു, ഭർത്താവ് വന്നു കഴിഞ്ഞാൽ നേരെ പത്രം വായിക്കുകയോ അല്ലെങ്കിൽ TV കാണുകയോ ഒക്കെ ചെയ്യും. സ്ത്രീ നേരെ ബാഗ് കൊണ്ടുവച്ചിട്ട് അവളുടെ രാവിലെ ഉടുത്തുകൊണ്ട് പോയ സാരി പോലും മാറ്റാതെ അവൾ നേരെ അടുക്കളയിലേക്ക് കയറുകയാണ്. കാരണം ഒരുമിച്ച് വരുന്ന ഭർത്താവിന് ചായ അപ്പോഴിട്ട് കൊടുക്കണം, അത് കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഇതൊക്കെ ചെയ്യാണ്. ഭർത്താവിനെ പോലെ തന്നെ ക്ഷീണിതയായാണ് ജോലി ചെയ്തിട്ട് ഭാര്യയും വരുന്നത്. പക്ഷെ അത് നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് കണക്കാക്കി നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ, ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ കടമകളൊക്കെ നന്നായി നിറവേറ്റുന്ന കൾച്ചറുള്ള ഒരു ഇതാണ്. നമ്മളതൊരു ബേർഡനായിട്ട് ഒരിക്കലും കണക്കാക്കിയിട്ടില്ല. ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹം അല്ലെങ്കിൽ മാഡത്തിനെ പോലുള്ള ആൾക്കാർ നമ്മൾ ജോലിക്ക് വരുമ്പോഴും വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും കുട്ടിയോടും ഭർത്താവിനോടും സമൂഹത്തിനോടുമുള്ള ഉത്തരവാദിത്തങ്ങളും കൂടെ നിറവേറ്റി വന്ന് അത് സ്ത്രീകൾക്ക് മാത്രമേ പറ്റുള്ളൂ. സ്ത്രീകൾ അബലയാണ്, ശബലയാണെന്നൊക്കെ ഒരു സ്ഥലത്ത് പറയുമ്പോഴും ഒരു പ്രസവിക്കുന്ന പ്രസവ വേദന അനുഭവിച്ച ഒരു സ്ത്രീക്ക് ഇത് എന്ത് പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യാനും, ഇപ്പോൾ ഒരു സ്ത്രീ ആത്മഹത്യയിലേക്ക് പോകുന്ന അതൊക്കെ താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അവൾ എത്തുമ്പോഴാണ് അവൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതായത് എത്ര ജോലി ചെയ്യാനും എത്ര ത്യാഗം സഹിക്കാനും ഭക്ഷണം ഉപേക്ഷിച്ച് ആ ഭക്ഷണം കൂടി മക്കൾക്ക് കൊടുക്കാനും ഒക്കെ ഉള്ള മാനസികാവസ്ഥ ഒരു അച്ഛനല്ല, അമ്മയ്ക്കാണ്. ഈ ഇത്രയും ജോലി ചെയ്ത് ആ ജോലി ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുഖകരമായ അറ്റ്മോസ്ഫിയറിലല്ല. ആ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള പുരുഷന്മാരിൽ നിന്നും അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരായ സ്ത്രീകളിൽ നിന്നും ഒക്കെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അതൊന്നും വീട്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യാതെ തന്നെ അവൾ വീട്ടിലെ കാര്യങ്ങളും ഭംഗിയായി നോക്കും. ജോലി സ്ഥലത്ത് തന്നെ സ്ത്രീകളായതുകൊണ്ട് തന്നെ ജോലിക്ക് എടുക്കണ്ട എന്ന് പറയുന്ന ചിലയിടത്തുണ്ടല്ലോ, അല്ലെങ്കിൽ സ്ത്രീകളായതുകൊണ്ട് തന്നെ അവരുടെ പൈസ കുറച്ച് കൊടുത്താൽ മതി അങ്ങനൊക്കെ പോയി, അതെല്ലാം പോയി. ഇപ്പോൾ 2009 വിശാഖ ഗൈഡ് ലൈൻസ് വന്നു, അത് കഴിഞ്ഞ് 2012 നിയമം വന്നു. വർക്ക് പ്ലേസിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ഹരാസ്മെന്റിനെതിരെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒരു കമ്മിറ്റി ICC, ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിക്കണം. അങ്ങനെ രൂപീകരിച്ചിട്ടില്ലാത്ത സ്ഥാപനത്തിൽ
സ്ഥാപനത്തിൻ്റെ മേലധികാരികൾക്കെതിരെ നടപടിയുണ്ടാവും. 2 മാസത്തിലോ 3 മാസത്തിലോ ഒരിക്കൽ ആ കമ്മിറ്റി കൂടിയിരിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചിന്തിക്കണം. അവിടെ ആ കമ്മിറ്റിയിലുള്ള അംഗങ്ങളുടെ മെയിൽ ID, ഫോൺ നമ്പർ ഉൾപ്പെടെ ഓഫീസിൽ പ്രദർശിപ്പിച്ചിരിക്കണം. അങ്ങനെയൊക്കെ ചെയ്തില്ല. പിന്നെ ഇത് കൂടാതെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് അവിടുത്തെ സ്ത്രീക്ക് മാത്രം നിലനിൽപ്പില്ല, പുരുഷന് മാത്രമായിട്ട് നിലനിൽപ്പില്ല. ഈ രണ്ടുപേരും കൂടെ ചേരുന്നതാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു നിയമമുണ്ടെന്നും ആ നിയമം അനുസരിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമെന്നും പുരുഷനെയും ബോധവൽക്കരിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ എന്നാണ് ആക്ടിൽ പറയുന്നത്. അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഓഫീസിലുള്ള അധികാരികൾ എടുക്കണമെന്നും അതിനുള്ള ക്ലാസ്സും അവയർനെസ്സും ഒക്കെ കൊടുക്കണമെന്നും പറയും. എന്നിട്ട് പോലും സ്ത്രീകൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് മറ്റൊരവസ്ഥയാണ്. അത്തരം കംപ്ലൈൻറ്റ് കൊടുത്താൽ കോൺട്രാക്ട് ബേസിസിലോ ഡെയിലി വേജസിലോ വർക്ക് ചെയ്യുന്നവരെ അന്ന് തന്നെ ഓഫീസിൽ നിന്ന് പുറത്താവും. അങ്ങനെ ഡെയിലി വേജസിൽ നിന്ന് ഒരാൾ ഒരു കംപ്ലൈൻറ്റ് പുറത്തായ അവൾക്ക് ഒരു സ്ഥലത്തും നിയമ നടപടിക്ക് പോകാൻ പറ്റില്ല. അതെ, കാരണം ഇന്ന് ശമ്പളം വാങ്ങിക്കുന്നു, ഇന്ന് പോകുന്നു. ഡെയിലി ബേസിൽ ജോലി ചെയ്യുന്ന എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് കേസിന് പോവാം, പക്ഷെ എനിക്ക് നാളെ തൊട്ട് ജോലിയില്ല. ആ ജോലി ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ പട്ടിണിയാവും, എന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകൾ ഈ ത്യാഗങ്ങളൊക്കെ എന്ത് നിയമം വന്നാലും ഞാൻ അതൊക്കെ മാറ്റിവെച്ച് ഞാനത് എങ്ങനെയെങ്കിലും ആ സിറ്റുവേഷൻ മറികടന്ന് ജോലി ചെയ്യാനേ ഞാൻ ശ്രമിക്കുകയുള്ളൂ. അതാണ് നമ്മുടെ പ്രശ്നം. നിയമത്തിൻ്റെ അഭാവമല്ല, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ഒരു ഡെയിലി ബേസിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാൽ ആ ഓഫീസിലെ സ്ത്രീകളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മതി. എല്ലാവരും ആ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി. അതിന് ജോലി നിൽക്കും, ആ പീഡിപ്പിക്കാൻ വന്ന പേഴ്സൺ പുറത്താവുകയും ചെയ്യും. അതിന് നമ്മൾ സ്ത്രീകൾ ഒരുമിച്ച് നിൽക്കണം. സമൂഹത്തിലെ സ്ത്രീകളെ കുറ്റപ്പെടുത്താതെ സ്ത്രീകൾ ഒരുമിച്ച് നിന്നാൽ, അത് സ്ത്രീകൾ ഒരുമിച്ച് നിൽക്കുന്നത് പുരുഷന്മാരെ മാറ്റി നിർത്തണം എന്നല്ല, നമ്മുടെ സമൂഹം ഒരുമിച്ച് നിന്നാൽ ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നാൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ അവളെ സംരക്ഷിക്കാൻ, നിയമ നടപടികൾക്ക് അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സമൂഹവും അധികാര സ്ഥാപനങ്ങളും ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു പോകാം. എനിക്ക് നമ്മുടെ സ്ത്രീകളോട്, ഈ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, ഭൂമിക പോലുള്ള കൗൺസിലിംഗ് സെൻറ്റേഴ്സ് 21 സെൻറ്റേഴ്സ് ഉണ്ട് ഭൂമിക്ക്. ട്രിവാൻഡ്രത്ത് തന്നെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ കീഴിലുണ്ട്, നെയ്യാറ്റിങ്കര ജനറൽ GHൻ്റെ കീഴിലുമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു താങ്ങാൻ പറ്റാത്ത സ്ട്രെസ്സോ സ്ട്രെയിനോ വീട്ടിൽ കുടുംബ പ്രശ്നമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു പൈസ പോലും ചിലവാകാതെ ഭൂമിക കൗൺസിലിംഗ് സെൻറ്ററിൽ പോകാം. അത് ഒരു അഡ്രസ്സും വേണ്ട, ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ജനറൽ ഹോസ്പിറ്റലിലെ ഭൂമിക കൗൺസിലിംഗ് സെൻറ്റർ, ഭൂമിക എന്നാണ് അതിൻ്റെ പേര്, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് സൗജന്യമായി കൗൺസിലിംഗ് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എത്തപ്പെടണം. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. പിന്നെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി പെൺമക്കളെ വളർത്താതിരിക്കുക. പെൺകുട്ടികൾ നാടിൻ്റെ ഐശ്വര്യമാണ്. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, ഫിനാൻഷ്യലി സ്റ്റേബിളാക്കുക. എൻ്റെ കയ്യിൽ വരുമാനമുണ്ടെങ്കിൽ എനിക്കെൻ്റെ ഭർത്താവ് നാളെ ഉപേക്ഷിച്ച് പോയാലും എനിക്കെൻ്റെ കുട്ടികളെ നോക്കി ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു തൻ്റെ ഇടം സ്ത്രീകളിലുണ്ടാകുക. അതാണ് വേണ്ടത്. അല്ലാതെ ഫെമിനിസ്റ്റ് ചിന്താഗതി, അതിനെക്കുറിച്ച് സ്ത്രീ സ്വാതന്ത്ര്യം, അതൊന്നുമല്ല. ഫിനാൻഷ്യലി സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റായ, സ്റ്റേബിളായ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഭൂമി നമുക്കും കൂടെ വേണ്ടിയുള്ളതാണ്, നമുക്ക് മാത്രമുള്ളതല്ല, നമുക്കും കൂടി വേണ്ടിയാണ് ഈ ഭൂമി ഉള്ളത്. ഈ ജീവിതം നമുക്ക് ജീവിക്കാനുള്ളതാണ്. ഭഗവാൻ നമുക്ക് മരണം എപ്പോഴാണോ സംഭവിക്കുക, നമുക്കറിയില്ല എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത്. ആ മരണം സംഭവിക്കുന്നവരെ നല്ല മാനുഷികമായ പരിഗണനകളോടുകൂടി ജീവിക്കാനുള്ള റൈറ്റ് ടു ലീവ് എന്ന് പറയുന്നത് നന്നായി ജീവിക്കാനുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കും തന്നിട്ടുണ്ട്, മറ്റുള്ളവരെ പോലെ തന്നെ. അത് ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെയാണ് കണ്ടെത്താൻ. നമ്മുടെ സന്തോഷം മറ്റൊരാളിലല്ല. അപ്പം നമ്മുടെയൊക്കെ സന്തോഷം എന്താണ്? നമ്മളിലാണ്. അത് നമ്മൾ സന്തോഷിക്കണോ നമ്മളെന്നും കരഞ്ഞുകൊണ്ടിരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടതും നമ്മളാണ്. അതുകൊണ്ട് എനിക്ക് സ്ത്രീകളോട് പറയുന്ന, ഈ ഭൂമി നല്ലതാണ്, നമുക്ക് ജീവിക്കാനുള്ളതാണ്, നന്നായി ജീവിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലുള്ള സെൻറ്റേഴ്സിന് അല്ലെങ്കിൽ നിയമസേവന അതോറിറ്റിയൊക്കെ തന്നെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഇപ്പോൾ മാം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചും സംവിധാനങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷേ അതിനെല്ലാത്തിനും അപ്പുറം നമ്മളുടെ ചിന്താഗതി അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റാലിറ്റി ആണ് ഇതിൽ മാറേണ്ടത്. അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിലും അവനവനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, സ്ത്രീകൾക്ക് ചുറ്റുമുള്ളവർ അവരെ കൂടെ ചേർത്ത് പിടിക്കേണ്ടത് എന്ന് മാം ഇപ്പോൾ പറഞ്ഞു. ഒരുപാട് സന്തോഷം. നാം പറഞ്ഞ കാര്യങ്ങളിലൂടെയും നിയമ സംവിധാനങ്ങളിലൂടെയും ഈ അന്താരാഷ്ട്ര വനിതാ ദിനം സാർത്ഥകമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ, സ്ത്രീ സുരക്ഷ എന്ന ഉള്ള ലക്ഷ്യം പരമോന്നതിയിൽ എത്തട്ടെ. അതുപോലെ തന്നെ വനിതാ ദിനം എന്ന ആചരണത്തിനപ്പുറം എന്നും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ദിവസം. അതെ ആ ഒരു ഇതിലേക്ക് നമുക്ക് എത്താനാവട്ടെ. ആക്സിലറേറ്റ് ആക്ഷൻ എന്നാണ് ഈ പ്രാവശ്യത്തെ വനിതാ ദിനത്തിന്റെ തീം. അപ്പോൾ ആ പ്രവർത്തനം എന്ന ഒരു കാര്യത്തിൽ നമുക്കത് പ്രാവർത്തികമാക്കാൻ തന്നെ പറ്റട്ടെ എന്ന്
ആശംസിക്കുകയാണ്. വിളിച്ച ശ്രോതാക്കൾക്കും നമ്മളോടൊപ്പം ഇത്രയും നേരം സ്ത്രീ സുരക്ഷയെ പറ്റിയും നിയമങ്ങളെ പറ്റിയും സംവിധാനങ്ങളെ പറ്റിയും സംസാരിച്ചത് മഞ്ചൂർ ജില്ലാ കോടതിയിലെ അക്രഡിറ്റഡ് മീഡിയേറ്ററും അഭിഭാഷകയുമായ ഡോക്ടർ അനിത GS ആണ്. മാഡത്തിനോട് ആകാശവാണിയുടെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഒപ്പം വിളിച്ച ശ്രോതാക്കളോടും നന്ദി. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള നിയമങ്ങളും സംവിധാനങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഭിഭാഷകയും അംഗീകൃത മീഡിയേറ്ററുമായ ഡോക്ടർ അനിത GS മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോൺ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ അനിത GSുമായി സംസാരിച്ചത് റൂബി ബാബു.